വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. ക്ലാസ് 4-ലെ ചാപ്റ്റർ 2 എക്സ്പ്ലോറിംഗ് അവർ നൈബർഹുഡിലെ പാർട്ട് 3 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പാർട്ട് 1-ൻ്റെയും പാർട്ട് 2-ൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ ആദ്യം അത് പോയിട്ട് കാണാം. സേവിംഗ് ഫോർ ഫ്യൂച്ചർ. The bus stopped at the bus stop near their house. Dadaji and Navya stepped out of the bus. On the way home, they walked to a bank that had an ATM. അപ്പൊ നവ്യയും ദാദാജിയും എന്ത് ചെയ്തു? അവരെ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. എന്നിട്ട് ദാദാജിയും നവ്യയും കൂടി വീട്ടിലേക്ക് പോവാണ്. ആ പോണ വഴിയിൽ എന്തുണ്ട്? ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ പുറത്ത് എന്തുണ്ട്? ഒരു ATM ഉണ്ട്. ബാങ്കിനായാല് ഒരു ATM ഉള്ള ബാങ്ക് ആയിരുന്നു. അപ്പൊ ATM എന്താണെന്ന് നവ്യക്ക് ഒരു സംശയം. നിങ്ങൾക്കറിയോ ATM എന്താണെന്ന്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ATM? കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇന്നിത് കാണാത്തവര് വളരെ അപൂർവമായിരിക്കും. വളരെ റെയർ ആയിട്ടാണ് ഇത് കാണാത്തവരുണ്ടാവുള്ളൂ. വാട്ട് ഈസ് ദിസ് മിഷൻ ദാദാജി? ATMന്റെ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നവ്യ ദാദാജിയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ് മിഷൻ? ഇത് എന്ത് മിഷനാണ് ദാദാജി? ഷോർട്ട് ഫോർ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അപ്പൊ ദാദാജി പറഞ്ഞു കൊടുക്കാണ്, ഇതാണ് ATM. അപ്പൊ ATM എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഇതാണ് ATM എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. ഇറ്റ് ഹെൽപ്സ് us take out money anytime we need it. നിങ്ങൾക്കറിയാം, നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, കാർഡ് ഇട്ട് അതില് നമ്മൾ പിൻകോഡൊക്കെ അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യും. പണ്ടൊക്കെ ഇത് എങ്ങനെ ചെയ്തിരുന്നെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ എന്ത് പറ്റി? കുറെ ആളുകൾക്ക് പൈസ എടുക്കാണ്ടാവും. അപ്പൊ എല്ലാവരും വന്നിട്ട് ഈ ബാങ്കിൽ ഇങ്ങനെ വന്നിട്ട് ക്രൗഡായി മാറും. ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരും. നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പൊ ഇതൊക്കെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിപ്പോ പൈസ എടുക്കാൻ മാത്രമല്ല, ബാങ്കിൽ നമ്മൾ പറഞ്ഞു വേറെ പല പല കാര്യങ്ങളുണ്ട് അല്ലെ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാൻ വരുന്നവരുണ്ടാവും, ബാങ്കിൽ ലോൺ എടുക്കാൻ അല്ലെ, ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് പൈസ കടമെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ വേറെന്തൊക്കെ ഉണ്ടാവും? നമ്മളുടെ ഗോൾഡുകളും ഒക്കെ ലോക്കറിൽ വെക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ പലതരം കാര്യങ്ങൾക്ക് വന്നിട്ടുള്ള ആളുകള് ബാങ്കിലുണ്ടാവും. അപ്പൊ അതിനെന്താ? ബാങ്കിൽ ഭയങ്കര ക്രൗഡായി മാറും. അപ്പൊ ബാങ്കിലെ കാര്യങ്ങളെല്ലാം ഒന്ന് സ്മൂത്ത് ആയി നടക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ടൈം സേവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് ATM എന്ന് പറയുന്നത്. നമുക്ക് പൈസ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു മെഷീനാണ്. നവ്യ ആസ്ക്ഡ്, ബട്ട് വൈ ഡു വി കീപ് അവർ മണി ഇൻ ദ ബാങ്ക് ദാദാജി? നവ്യ ചോദിക്കാണ്, ശരിയാ, എന്തിനാ നവ്യ ചോദിച്ചത് കറക്റ്റ് ആണ് അല്ലെ. എന്തിനാ അപ്പൊ നമ്മളത് ബാങ്ക് കൊണ്ടുപോയിടേണ്ട ആവശ്യം? നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാ പോരെ നമ്മുടെയൊക്കെ പൈസ? എന്തിനാ അത് ബാങ്കിൽ ഇടേണ്ട ആവശ്യം? പറയൂ. വെരി ഗുഡ്. നമ്മളെ പൈസ കൂടുതൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കള്ളന്മാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോവാതിരിക്കുന്നതിനും നമ്മള് ബാങ്കിൽ പിന്നെ ഇടുമ്പോൾ നമ്മളെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെ പല പല സ്കീമുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരും. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇടുന്ന ഒരു നിശ്ചിത തുകയ്ക്ക് അവർ കുറച്ച് പൈസ നമുക്ക് എക്സ്ട്രാ തരും. അങ്ങനെ നമ്മൾ കുറെ കാലത്തിനിടുമ്പോ എന്ത് ചെയ്യും? എക്സ്ട്രാ പൈസ കൂടി നമ്മൾ ഇട്ട പൈസയിൽ നിന്നും കുറച്ചും കൂടി കൂടുതൽ പൈസ ബാങ്ക് നമുക്ക് തിരിച്ചു തരും. അത് നമുക്ക് ബെനിഫിറ്റ് അല്ലേ? അപ്പൊ നമ്മളെ പൈസ സേഫ് ആക്കിയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്കില് നിക്ഷേപിക്കുന്നത്. അപ്പൊ ദാദാജി പറഞ്ഞു കൊടുക്കാണ്, ബാങ്ക്സ് ആർ എ സ്പെഷ്യൽ പ്ലേസ് വെർ മണി ഈസ് കെപ്റ്റ് സേഫ്. പൈസ സേഫ് ആക്കി വെക്കുന്നതിനുള്ള സ്ഥലമാണ് ബാങ്ക് എന്ന് പറയുന്നത്. They also help us save money for our future needs. ദാദാജി replied. ദാദാജി പറയാണ്, നമ്മളെ ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ട് നമ്മളെ പൈസ സേഫ് ആക്കി വെക്കുന്നതിനും എന്ത് ചെയ്യും? ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാങ്കിൽ ഒരുപാട് സെക്യൂരിറ്റികളൊക്കെ ഉണ്ടാവും അല്ലെ, സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടാവും ഇങ്ങനെ സേഫ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ അതൊക്കെ കണ്ടിട്ടില്ലേ? When I was of your age, we did not have ATMs. ദാദാജി പറയാണ്, എനിക്ക് നവ്യയുടെ പ്രായത്തിലെ, എനിക്ക് നിന്റെ പ്രായത്തിൽ എന്തുണ്ടായിരുന്നില്ല?
അപ്പോഴൊന്നും ഈ ATM എന്ന് പറയുന്ന സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. വി ഹാഡ് ടു വിസിറ്റ് ദ ബാങ്ക് ആൻഡ് വെയിറ്റ് ഇൻ ലോങ് ക്യൂ. എന്ത് ചെയ്യണം, ദാദാജിയൊക്കെ ബാങ്കിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, ലോങ് ക്യൂവില് ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആൾസോ വി യൂസ്ഡ് മണി ഓർഡേഴ്സ് ടു സെൻഡ് മണി ത്രൂ ദ പോസ്റ്റ് ഓഫീസ്. പിന്നെ നമുക്ക് ആർക്കെങ്കിലും പൈസ അയക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, മണി ഓർഡർ വഴി പോസ്റ്റ് ഓഫീസിലുള്ള ഒരു സിസ്റ്റമാണ് മണി ഓർഡേഴ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, മണി ഓർഡറുകൾ അയക്കാം മറ്റൊരാളുടെ പേരിലേക്ക്. അങ്ങനെ നാണയം നമ്മൾ പണ്ട് എന്ത് ചെയ്തിരുന്നത്, അയച്ചിരുന്നത് എന്നാണ് ദാദാജി പറയുന്നത്. ആ ദാദാജിയുടെ കാലത്ത് ഈ സിസ്റ്റം ഒന്നും ATM സിസ്റ്റം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഇത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ എന്ന് ദാദാജി ഓർമ്മിക്കുകയാണ്. But now we can use mobile phones to send money online within seconds. ഇന്ന് അപ്പൊ ദാദാജി പറയാ, അപ്പൊ നിങ്ങളൊക്കെ ഗ്രാൻഡ് പാരന്റ്സും പാരന്റ്സ് ഒക്കെ പറയുണ്ടാവും അല്ലെ, ഇന്ന് എന്താ സുഖം, ഞങ്ങളുടെ സമയത്തൊന്നും ഇത്രയും സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെ ദാദാജിയും പറയാണ്, ദാദാജിയുടെ സമയത്തൊക്കെ, യങ്ങായിരുന്ന സമയത്തൊക്കെ എന്താണ്, മണി ഓർഡറുകൾ വഴി ആണ് പൈസയൊക്കെ അയച്ചിരുന്നത്. ബാങ്കിലൊക്കെ ക്യൂ നിന്നിട്ട് വേണം ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പൊ എന്താണ്, മൊബൈൽ ഫോണുകൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈസ സെൻഡ് ചെയ്യാം ഓൺലൈൻ വഴി അല്ലെ. നിങ്ങൾക്ക് വിഷ് കൈനീട്ടം കിട്ടുന്നതും അങ്ങനെ പല പല കാര്യങ്ങളും ദൂരെ നിന്നുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ഫോൺ വഴി ഓൺലൈൻ അയക്കാറുണ്ടായിരിക്കും അല്ലെ. മാത്രമല്ല നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്താറുണ്ട്, ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയില്ലേ, നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും ഈ പേരുകളൊക്കെ അല്ലെ. Mama sent money to my mother to buy gift for us this രക്ഷാബന്ധൻ, നവ്യ said. നവ്യക്ക് ഓർമ്മ വന്നത്, ശരിയാണ്, മാമ രക്ഷാബന്ധന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്തിരുന്നു, പൈസ ഇങ്ങനെ മൊബൈൽ ഫോൺ വഴി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നവ്യക്ക് അപ്പൊ ഓർമ്മ വന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ നിങ്ങളെ അങ്കിളുമാരോ അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്നതിനും വിഷു കൈനീട്ടൊക്കെ ഇങ്ങനെ അയച്ചു തരാറുണ്ടോ? ടെക്നോളജി ഹാസ് മേഡ് തിങ്സ് സോ മച്ച് ഈസിയർ, എഗ്രി ദാദാജി. ശരിയാണ്, ദാദാജി പറയാണ്, ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പൊ കുറെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. മുന്നൊക്കെ ചെയ്യുന്നത് പോലെ ഒരുപാട് ടൈം വേസ്റ്റ് ആവാതെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ദാദാജി ഓർമ്മിക്കുകയാണ്. If you had to send money to someone, which method would you choose using a phone, money order or some other mode? Why? നിങ്ങൾക്ക് ഒരാൾക്ക് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ, മണി സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? ഫോൺ വഴിയാണോ, ഇല്ലെങ്കിൽ മണി ഓർഡർ വഴിയാണോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണോ നിങ്ങൾ അയക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചൂസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. I would choose to use a mobile phone for making payment. ഞാൻ എന്താണ് മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുക. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് സെക്യൂർ. അത് ക്വിക്കാണ്, പെട്ടെന്ന് നമുക്ക് പൈസ സെൻഡ് ചെയ്യാൻ പറ്റും, അത് കുറച്ചുകൂടി സെക്യൂർ ആണ്. ഇറ്റ് ആൾസോ സെൻഡ് ആസ് ഇൻസ്റ്റന്റ് കൺഫർമേഷൻ മെസ്സേജ് as soon as the money is transferred. മണി ട്രാൻസ്ഫർ ആയ നമുക്ക് അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് ലഭിക്കുകയും ചെയ്യും. If you get pocket money, do you save it? നിങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടിയാൽ നിങ്ങൾ സേവ് ചെയ്യോ? If yes എന്നാണെങ്കിൽ, where do you put your savings? എവിടെയാണ് നിങ്ങൾ സേവിങ്സ് കൊണ്ടുപോയി വെക്കുകയെന്നാണ് ചോദിക്കുന്നത്. I will keep my savings in a piggy bank. അല്ലേ, നിങ്ങൾ സേവിങ്സ് എവിടെ വെക്കാറ്? പിഗ്ഗി ബാങ്കിലല്ലേ വെക്കാറ്. Why do you think it is important to save money? എന്തുകൊണ്ടാണ് മണി സേവ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം? സേവിങ് മണി ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഫ്യൂച്ചർ നീഡ്സ്. അല്ലെ, നമ്മുടെ ഭാവിയിലേക്ക്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ് സേവ് ചെയ്യാൻ, മണി സേവ് ചെയ്യുക എന്നുള്ളത്. When we require money later, we can make use of the money we have saved. നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ, നമ്മളെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ സേവ് ചെയ്ത മണി നമുക്ക് അപ്പൊ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളും എല്ലാവരും സേവ് ചെയ്യാറില്ലേ മണിയൊക്കെ? What are some things you could do to save more money? എന്തൊക്കെയാണ്? We can open a bank account to keep our money safe and also invest it in
options such as fixed deposit, mutual funds, or stock market, which helps our savings increase over time. നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മൾ സേഫ് ആയിട്ട് നമ്മളുടെ പൈസ സൂക്ഷിച്ചു വെക്കാം. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെ പലതും. അതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന പൈസക്ക് നിങ്ങളൊരു 1000 റുപ്പീസോ ഇല്ലെങ്കിൽ അങ്ങനെ 10,000 റുപ്പീസ് ഒക്കെ ഇടുകയാണെങ്കിൽ അതിന്റെ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് നമുക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടും. നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്തേക്ക് നമ്മൾ ഇട്ട പൈസയുടെ കൂടെ കുറച്ചധികം പൈസയും കൂടെ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തരും. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, നമ്മുടെ മണീനെ കുറച്ചുകൂടി ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. Request one of your family members to show you their bank passbook. Note the important elements given on the first page of the passbook. നിങ്ങളുടെ ഫാമിലിയിൽ ആരോടെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആരോടെങ്കിലും എന്ത് ചെയ്യാൻ പറയാ, ആ പാസ്ബുക്ക് ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഫ്രണ്ട് പേജ് ഒന്ന് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് സേഫ് ആയി തിരിച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ബാങ്കിലെ പാസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് സേഫ് ആയിട്ട് തന്നെ ഫ്രണ്ട് പേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെ കാണാൻ പറ്റും. ഇങ്ങനെ CIF നമ്പർ ഉണ്ടാവും, അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ഓരോരുത്തരുടെയും അക്കൗണ്ട് നമ്പർ ഡിഫറെന്റ് ആവും. അതുപോലെ IFSC കോഡ്, ഓരോ ബാങ്കിനും ഓരോ കോഡുകൾ ഉണ്ടാവും. കസ്റ്റമർ നെയിം പറഞ്ഞാൽ അത് ആരുടെയാണോ അവരുടെ പേരുണ്ടായിരിക്കും. അതുപോലെ അഡ്രസ്, അഡ്രസ് ഉണ്ടായിരിക്കും. ഇമെയിൽ ID, പാൻ നമ്പർ, അതുപോലെ ബാങ്കിന്റെ പേര്, മൊബൈൽ നമ്പർ, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ച് ലൊക്കേഷൻ, ബ്രാഞ്ച് ഇമെയിൽ, ഇങ്ങനെയെല്ലാം ചേർന്നതായിരിക്കും അതിന്റെ ഫ്രണ്ട് പേജ്. മാത്രമല്ല അത് ആരുടെ പാസ്ബുക്ക് ആണോ അവരുടെ ഫോട്ടോയും ഉണ്ടായിരിക്കും. നിങ്ങളൊന്നത് ഒബ്സർവ് ചെയ്ത് നോക്കണേ. ബാങ്ക് എന്ന് പറയുന്നത് പൈസ സെൻഡ് ചെയ്യുന്നതിന് മാത്രമല്ല, വേറെ എന്തിനൊക്കെയാണ്, ബോറോയിങ് മണി ആസ് ലോൺസ്. നമുക്കിപ്പോ വീട് വെക്കുന്നതിനും കാറ് വാങ്ങുന്നതിനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബോറോ ചെയ്യാനും നമുക്ക് ബാങ്ക് നിന്ന് പറ്റും. ലോണുകളായിട്ട് നമ്മളത് അവർ പറയുന്ന പോലെ അടവുകളായിട്ട് ഓരോരോ മാസം ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കുറച്ചായിട്ട് തിരിച്ചടയ്ക്കുക ഇത്ര വർഷത്തിനുള്ളിൽ. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ ലോണുകളുടെ സ്കീമുകളൊക്കെ തരും. അങ്ങനെ നമുക്ക് ബോറോയിങ് ചെയ്യാൻ, കടം വാങ്ങുന്നതിനും എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ നിന്ന് പറ്റും. പിന്നെന്താണ്, കീപ്പിംഗ് വാല്യൂബിൾ ഐറ്റംസ് ആയിട്ടുള്ള നമ്മളെ ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, നമ്മളെ അതുപോലെ ഡോക്യുമെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് വെക്കും, ലോക്കേഴ്സിൽ വെക്കും. അപ്പൊ അങ്ങനെ നമ്മളെ വാല്യൂബിൾ ആയിട്ടുള്ള തിങ്സ് നമുക്ക് സേഫ് ആയിട്ട് എടുത്തു വെക്കുന്നതിനും നമ്മൾ ബാങ്ക് സഹായിക്കുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻവെസ്റ്റിംഗ് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ, പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മളെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും മ്യൂച്വൽ ഫണ്ടുകളായിട്ടും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നാളുകളിലേക്ക് വേണ്ടിയിട്ട്, ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസയെ സേഫ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ബാങ്ക് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ആൻ ATM ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ? എങ്ങനെയാണ് ATM ചെയ്യുന്നത്? എന്താ ATM എന്ന് പറഞ്ഞാൽ? ATM stands for automated teller machine. ATMന്റെ ഫുൾ ഫോം എന്താണ്? A automated, T teller, M machine. Automated teller machine എന്നാണ് ATMന്റെ ഫുൾ ഫോം. It allows us to withdraw cash whenever required. And some ATMs also provide the facility to deposit money directly into our ബാങ്ക് അക്കൗണ്ട് ഇൻസ്റ്റന്റ്ലി. നിങ്ങളൊക്കെ ATM കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇനി അമ്മയുടെ അച്ഛന്റെ അടുത്ത് കൂടെയൊക്കെ ATM അവര് പൈസ എടുക്കാൻ പോകുമ്പോ കൂടെ ചെല്ലുക, എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. ATM എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എപ്പോഴാണ് പൈസക്ക് ആവശ്യമുള്ളത്, അപ്പൊ നമ്മളുടെ അക്കൗണ്ടില് പൈസ ഉണ്ടെങ്കിൽ ആ പൈസയിൽ നിന്ന് എത്രയാണോ നമുക്ക് വേണ്ടത് അത് വിഡ്രോ ചെയ്യാൻ, എടുക്കുന്നതിന് നമുക്ക് ATMലൂടെ സാധിക്കും. പണ്ടൊക്കെ എന്താ ചെയ്തിരുന്നത്, ബാങ്കിൽ നമ്മൾ പോയിട്ട് ക്യൂ നിന്നിട്ടൊക്കെയാണ് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്നാണ് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ATMലൂടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പൈസയെ വിഡ്രോ ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് ദ ഫെസിലിറ്റി ടു ഡെപ്പോസിറ്റ് മണി. നമ്മൾക്ക് ചില ATMകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട്
ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും പൈസ ഇടുന്നതിനും നമുക്ക് ചില ATMകളെ കൂടെ സാധിക്കുന്നുണ്ട്. An Indian currency note. Look at it closely and answer the following questions. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഇന്ത്യൻ കറൻസി നോട്ട് അമ്മയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങളെ പിക്കി ബാങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് നമ്മൾ നല്ല ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതിൽ എന്തൊക്കെയുള്ളതെന്ന് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക. എന്തൊക്കെയാ ഇത് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്? അതിൽ ഗാന്ധിജിയുടെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? പിന്നെ എന്ത് കാണുന്നുണ്ട്? ഒരു 100 റുപ്പീസിന്റെ ഒക്കെ അല്ലെങ്കിൽ 500 നിങ്ങൾ വലിയ എമൗണ്ട് എടുക്കണ്ട. നിങ്ങൾ അത് നന്നായി വൃത്തിയായി തിരിച്ച് അതുപോലെ അമ്മയുടെ അച്ഛന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് അതില്? ഗാന്ധിജിയുടെ പിക്ചർ ഉണ്ട്. പിന്നെ മേലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കാണാം അല്ലെ? അതിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു ഹിന്ദിയില് അത് 100 റുപ്പിയെന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് എന്ത് ചെയ്യും? പിന്നെ കുറെ നമ്പേഴ്സുകൾ കാണാം നമുക്ക് അല്ലേ? പിന്നെ നമുക്ക് കണ്ണൊക്കെ കാണാത്തവർക്ക് നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡിൽ കുറച്ചിങ്ങനെ വരകളൊക്കെ പോലെ ഉണ്ട്. പിന്നെ അശോക സ്തംഭം എന്താണെന്ന് അറിയില്ലേ? അതിന്റെ സൈഡിലായിട്ട് അശോക സ്തംഭം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അത് മറച്ചു നോക്കും നിങ്ങൾ. ആ തൊട്ട് അപ്പുറത്തെ ബാക്ക് സൈഡ് നോക്കിയാൽ എന്താ കാണാം? ഇതുപോലെ 100 റുപ്പിയ എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ട് കാണാം. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ അത് എഴുതിയിട്ട് കാണാം 100 റുപ്പീസ് എന്ന് അല്ലേ? പിന്നെ ഗാന്ധിജിയുടെ കണ്ണട അല്ലേ നമുക്ക് താഴെയായിട്ട് കാണാം. ഒരു സ്പെസിമെൻ എന്ന് എഴുതിയതിന്റെ താഴെയായിട്ട് കാണാം. കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറെ ഭാഷകളിൽ എഴുതിയിട്ടുണ്ട് അത് 100 റുപ്പി എന്ന് പറയുന്നത് അല്ലെ? ഏകദേശം 17ഓളം ഭാഷകളില് എന്തുണ്ട്? അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ നമുക്കൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലെ? ഒരു ബിൽഡിങ്ങിന്റെ ഒരു. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ നോട്ട്? എത്രയാണ്? 100 അല്ലെ? നിങ്ങളുടെ കയ്യിൽ എത്രയുള്ളത് വെച്ചാൽ അത്. ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സീ ഓൺ ദ നോട്ട്? എത്ര ലാംഗ്വേജാ? 17 ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷും ഹിന്ദിയും ഇൻക്ലൂഡ് ചെയ്തിട്ട് 17 ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ അറിയാം. ഗുജറാത്തി ഉണ്ട്, ബംഗാളി ഉണ്ട്, മലയാളം, മറാത്തി, പഞ്ചാബി, തമിഴ്, തെലുങ്കു, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ നിങ്ങൾക്ക് എഴുതിയതായിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. വാട്ട് പിക്ചർ ഓർ സിമ്പിൾ ആർ ദർ ഓൺ ദ നോട്ട്? എന്തൊക്കെ പിക്ചറുകളാണുള്ളത്? മഹാത്മാഗാന്ധിയുടെ ഉണ്ട്. പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി അറ്റ് ദ സെന്റർ അല്ലെ? സെന്ററിൽ മഹാത്മാഗാന്ധിയുടെ പിക്ചർ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? അശോക് പില്ലർ എംബ്ലം ഓൺ ദ റൈറ്റിലായിട്ട് അശോക സ്തംഭത്തിന്റെ പിക്ചർ ഉണ്ട്. പിന്നെ സ്വച്ഛ ഭാരത് ലോഗോ വിത്ത് ശ്ലോകം. സ്വച്ഛ് ഭാരതിന്റെ ലോഗോയും അതിന് ശ്ലോകവും ഉണ്ട്. ഓഫ് റാണി കി വാവ്. നമ്മൾ ബാക്ക് സൈഡിൽ കണ്ടില്ലേ ഒരു ബിൽഡിങ്? ഒരു Do you know, long ago people used a barter system to exchange goods and service. For example, a farmer could exchange wheat for milk from a shepherd. പണ്ട് കാലത്തൊക്കെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഒരു കടയിൽ പോയിട്ട് എനിക്കൊരു ടോയ് വാങ്ങണം, ഇല്ലെങ്കിൽ കുറച്ച് അരി വാങ്ങണമെങ്കിൽ അവര് പറയുന്ന പൈസ നമ്മൾ കൊടുക്കും അല്ലെ? 1 കിലോ അരിക്ക് ഇത്ര രൂപ. അപ്പൊ 80 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ ആ 80 റുപ്പീസ് കൊടുക്കും. കുറച്ച് അരി 1 കിലോ അരി വാങ്ങും. അങ്ങനെയല്ലേ ഇപ്പൊ നിങ്ങൾക്ക് നടക്കുന്നത്? പണ്ട് എങ്ങനെയാ ഉണ്ടായിരുന്ന വെച്ചാൽ എന്റെ കയ്യില് എന്തെങ്കിലും സാധനം ഉണ്ടായിരിക്കും അല്ലെ? ചിലപ്പോ എന്തായിരിക്കും? കുറച്ച് പാലായിരിക്കാം. ഞാൻ എന്ത് ചെയ്യും? ആ പാല് വേറെ ആൾക്ക് കൊടുത്തിട്ട് ഒരു ഫാർമറുടെ കയ്യിൽ നിന്ന് കുറച്ച് അരി വാങ്ങും. ഇല്ലെങ്കിൽ അതുപോലെ വേറെ സാധനങ്ങൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് മറ്റൊരാളുടെ സാധനം അതിന് പകരമായിട്ട് സാധനങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? എനിക്ക് ആവശ്യമുള്ള വേറെ എന്താ സാധനം വെച്ചാൽ അത് വാങ്ങിക്കും. പഞ്ചസാരയാണെങ്കിൽ എനിക്ക് പഞ്ചസാര വേണം, കുറച്ച് എന്ന് തോന്നിയ എന്താണ്? എന്റെ കയ്യിൽ പഞ്ചസാര ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിലുള്ളത് എന്താണോ? ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര വാങ്ങും. ആ സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. However, finding the right trade partner and the right exchange value was not always easy. To simplify exchanges, money was invented. ഇത് എല്ലായ്പ്പോഴും കറക്റ്റ് ആയിട്ട് നമുക്ക് ശരിയാവില്ല അല്ലെ? ചിലപ്പോൾ എന്റെ അടുത്ത് കൊടുക്കാനുള്ള സാധനത്തിന് വില കുറവാണെങ്കിൽ
അല്ലെ? വില കുറഞ്ഞ സാധനമാണെങ്കിൽ ആ സാധനം കൊടുത്തിട്ട് ഞാൻ കൂടുതൽ വിലയുള്ള സാധനം വാങ്ങുമ്പോൾ അത് ശരിയാവോ? അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടാതെ പോകും. അങ്ങനെ അതിനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ എന്നുള്ള സംവിധാനം വന്നത്. Looking around the neighborhood. As soon as they reached home, Navya ran to her brother and shared her experience with him. നിങ്ങളെ പോലെ തന്നെ വീട്ടിലെത്തിയതും നവ്യ എന്ത് ചെയ്തു? ഓടി ചെന്നു ബ്രദറിന്റെ അടുത്തേക്ക്. എന്നിട്ട് അന്നുണ്ടായ കാര്യങ്ങൾ മുഴുക്കെ എന്ത് ചെയ്തു? ബ്രദറുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. Public places help people by providing service related to health, safety, cleanliness, or the environment. These may include places like hospitals, bank, post office, police station, public libraries, bus station, etc. പബ്ലിക് പ്ലേസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടതാണ്? പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും ബാങ്ക്, ഹോസ്പിറ്റല്, അല്ലെ, ബസ് സ്റ്റേഷൻ, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് എന്ത്? പബ്ലിക് പ്ലേസസ്. അത് നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഹോസ്പിറ്റലുകള്, പോലീസ് സ്റ്റേഷനുകള്, നമ്മളെ കാര്യങ്ങളൊക്കെ, അല്ലെ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ളതാണ് പോലീസ് സ്റ്റേഷൻ. ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ട്രാൻസ്പോർട്ട് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്, അല്ലെ? നമുക്ക് ബസ് കയറുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഹോസ്പിറ്റൽ എന്താണ്? നമ്മളെ അൺവെല്ലാണെങ്കിൽ നമ്മളെ അസുഖങ്ങളൊക്കെ നമ്മൾ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരു ഹെൽപ്പ് തേടി പോകുന്നത് ഹോസ്പിറ്റലിലേക്കല്ലേ? അങ്ങനെ ബാങ്കോ നമ്മൾ മണി സേഫ് ആക്കി വെക്കുന്നതിനും നമുക്ക് മണി ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? ഈ പബ്ലിക് പ്ലേസസ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഹെൽത്ത്, അല്ലെ, നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സേഫ്റ്റിയും ക്ലീൻനെസ്, ഇതെല്ലാം എല്ലാ സർവീസും കൂടി ചേർന്നതാണ് പബ്ലിക് പ്ലേസസ് എന്ന് പറയുന്നത്. Navya brought a pencil and paper and sat down to draw her neighborhood. നവ്യ ഇരുന്നിട്ട്, നവ്യക്ക് ഡ്രോയിങ് ഒക്കെ വളരെ ഇഷ്ടമാണ്, അല്ലെ? നവ്യ പേപ്പറും പെൻസിലും ഒക്കെ എടുത്തിട്ട് അവളുടെ നൈബർഹുഡ് എന്ത് ചെയ്യാം? വരയ്ക്കാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട്. On the basis of the rising sun, she identified the east direction. Based on this, she drew places in the directions around her house. എവിടെ സൂര്യൻ ഉദിക്കുക, റൈസ് ചെയ്ത് വരിക എവിടെയാണ്? ഷീ ഐഡന്റിഫൈ ദ ഈസ്റ്റ് ഡയറക്ഷൻ, അല്ലെ? സൂര്യൻ എവിടെയാണ് വരുന്നത്? ഈസ്റ്റ് ഡയറക്ഷനിലാണ് വരുന്നത്, അല്ലെ? ഇവിടെയാണ് എന്തുണ്ടാ സൂര്യൻ വരുന്നത്, അല്ലെ? ഈസ്റ്റ് ഡയറക്ഷനിൽ. Based on this, she drew places in other directions around her house. നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയൊന്ന് നമ്മൾ ഇരിക്കുന്ന പ്ലേസിനെ ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് നോക്കുകയാണെങ്കിൽ മേലെയുള്ള എന്താണ്? നോർത്ത്. അതിന് നമ്മൾ എൻ എന്ന് പറഞ്ഞിട്ട് സിമ്പൽ ചെയ്യും. താഴെയോ? സൗത്ത്. ഇവിടെയാണ് എന്താണ് ഉള്ളത്? ഈസ്റ്റ്, വെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാറ്, ഓരോ ഭാഗങ്ങളെ. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്നിങ്ങനെ. മനസ്സിലായോ? ദ പ്ലേസസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് അപ്പിയേഴ്സ് ഓൺ ദ റൈറ്റ്, അല്ലെ? റൈറ്റ് സൈഡിലാണ് എന്തുള്ളത്? ഈസ്റ്റ് ഉള്ളത്. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? വെസ്റ്റ്, അല്ലെ? അതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? നിങ്ങൾ രാവിലെ നീച്ചിട്ട് എവിടെയാണ് സണ്ണ് വരുന്നതെന്ന് നോക്കുക, സൺറൈസ് ചെയ്യുന്ന നോക്കുക, ആ ഭാഗമായിരിക്കും നിങ്ങളെ ഈസ്റ്റ്. ഈവനിങ്ങിലായുമ്പോ സണ്ണ് സെറ്റ് നടക്കുന്നത് എങ്ങനെയാ? എവിടെയാണ്? അത് വെസ്റ്റിലായിരിക്കും. അതിന് നേരെ മുകളിലാണ് എന്ത് വരിക? നോർത്ത് വരിക, താഴെ സൗത്ത്. നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് ഒക്കെ വരച്ചിട്ടില്ലേ? നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് അറിയില്ലേ? ഇന്ത്യയുടെ മാപ്പിൽ നമ്മളെ കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ എവിടെയാ വരിക? സൗത്തില്, അല്ലെ? കൊൽക്കത്ത അതൊക്കെ ഈസ്റ്റില് വരും, അല്ലെ? വെസ്റ്റിൽ എന്തൊക്കെയാ വരിക? ഗോവ പോലെയുള്ള സ്റ്റേറ്റുകൾ എവിടെ വരും? വെസ്റ്റില് വരും. നോർത്തിലോ? കാശ്മീരൊക്കെ എവിടെയാ വരിക? കാശ്മീര്, ഡൽഹി ഒക്കെ നോർത്തില് വരിക, മേലെയല്ലേ വരിക? ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്താറ്. Also, the places to the north are shown at the top side of the paper. പേപ്പറിന്റെ ടോപ്പിൽ എന്ത് ചെയ്തു? നോർത്ത് എന്ന് അടയാളപ്പെടുത്തി. While the places in the south are indicated at the bottom of the paper. സൗത്തിലുള്ള ഭാഗങ്ങളൊക്കെ എവിടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മള് താഴെയായിട്ട്, അല്ലേ? West are shown on the left side. ലെഫ്റ്റ് സൈഡിലായിട്ട് വെസ്റ്റ്
Map the representation of direction is as follows. North is shown upwards. North എവിടെയാണ്? മേലെ. South downwards. South താഴെ. East is on the right. Rightൽ east ഉണ്ട്. West is on the left. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു മാപ്പിലും നമ്മൾ അടയാളപ്പെടുത്താറ്. Look at the picture above and write down the places located in the north, east, west and south of the Navya's home. നിങ്ങൾ ആദ്യം പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഒരു കെമിസ്റ്റിന്റെ ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ഇത് നവ്യയുടെ വീട്. നവ്യയുടെ വീടിന്റെ നോർത്ത് ഡയറക്ഷനിൽ എന്താ ഉള്ളത്? മേലെ. നോർത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? ആ മേലെ അല്ലെ. നമ്മളിങ്ങനെ വരച്ചു നോക്കും അല്ലെ. വരച്ചു നോക്കുമ്പോ ഇവിടെ നവ്യയുടെ വീടാണ്. ഇതാണ് നവ്യയുടെ വീട്. അപ്പൊ നോർത്ത് എന്ന് പറയുന്നത് മേലെ, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലെ. നവ്യയുടെ വീട് ഇതാ സെന്ററിൽ. അപ്പൊ നോർത്തിൽ എന്താ ഉള്ളത്? ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റൽ നോർത്തില്. പിന്നെ ഈസ്റ്റിൽ എന്താ ഉള്ളത്? ഈസ്റ്റിലുള്ളതാണ് കെമിസ്റ്റ്. പിന്നെ വെസ്റ്റിലോ? വെസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാ? ഈ സൈഡില് അല്ലെ. ഇതാണ് വെസ്റ്റ് വരുന്നത്. ഇവിടെ എന്താ ഉള്ളത്? ബേക്കറി. ഇനി സൗത്ത്. സൗത്ത് എവിടെയാ? ഇതാ സൗത്ത്. സൗത്തിൽ എന്താ ഉള്ളത് നോക്കൂ? പോസ്റ്റ് ഓഫീസ്. കാണുന്നുണ്ട്. അപ്പൊ ഈ കോളം നിങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്യുക. നോർത്തില് ഹോസ്പിറ്റൽ, ഈസ്റ്റില് കെമിസ്റ്റ്, വെസ്റ്റ് ബേക്കറി, സൗത്ത് പോസ്റ്റ് ഓഫീസ്. പിക്ചറിൽ നോക്കിയിട്ട് ഇതുപോലെ. Look at the picture on the next page and imagine your school at the center. Name the building or areas near your school and write the direction they are situated in the place. നിങ്ങൾ അടുത്തിട്ട് നിങ്ങൾ ഈ സ്കൂൾ ഇതാണെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ നോർത്തിൽ എന്താ ഉള്ളത്, ഈസ്റ്റില്, വെസ്റ്റില്, സൗത്തിൽ എന്താ ഉള്ളത് എന്നൊക്കെ നിങ്ങളെ ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ടോ ഇല്ലെങ്കിൽ പാരന്റ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടോ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ. Image you are giving direction to a friend to visit your favorite place near your school. How would you explain it using the direction? Left, right, forward, backward, etc. and landmarks. കാര്യമാണ് നിങ്ങൾ ഒരു ഫ്രണ്ടിനെ എങ്ങനെയാണ് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ സ്കൂളിന് അടുത്തുള്ള ഡയറക്ഷൻ എങ്ങനെയാണ്, ഒരു ഫേവറേറ്റ് പ്ലേസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലാൻഡ് മാർക്ക് ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഫ്രണ്ടിനോട് പറയുക അതുമായിട്ട് ഫേസ് ചെയ്ത് നിൽക്കാൻ. എന്നിട്ടോ ദാറ്റ് വിൽ ബി ദ ഫോർവേഡ് ഡയറക്ഷൻ. അത് നിങ്ങൾ അവരുടെ ഫോർവേഡ് ഡയറക്ഷൻ ആയിട്ടും ഹെർ അല്ലെങ്കിൽ അവരുടെ ബാക്ക്, അവനോ അവളോ ആരോ നിങ്ങളുടെ ഫ്രണ്ടാന്ന് വെച്ചാൽ അവരുടെ ബാക്ക് എന്താ ഹെർ ബാക്ക്വേർഡ് ഡയറക്ഷൻ അല്ലെ. അവരുടെ റൈറ്റ് ഹാൻഡ് will show the right direction and left hand will show the left direction അല്ലെ. Imagine you have 100 rupees to utilize in a month. നിങ്ങൾക്ക് ഒരു മാസം ചെലവാക്കാൻ എത്ര രൂപ തന്നിട്ടുണ്ട്? 100 rupees. Your task is to plan how to spend and save wisely. എങ്ങനെയാണ് നിങ്ങൾ വൈസ്ലി ആയിട്ട് സേവ് ചെയ്യുകയും ആ പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാന്ന് എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന ടാസ്ക്. എങ്ങനെയാണത്? തിങ്ക് അബൌട്ട് യുവർ എക്സ്പെൻസ് ഫോർ സ്റ്റേഷനറി, സ്നാക്സ്, ടോയ്സ് എക്സെട്ര അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള നിങ്ങളുടെ എക്സ്പെൻസ് ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിച്ചു വെക്കുക. ഡിസൈഡ് ഹൗ മച്ച് യു വിൽ സേവ് ഇൻ യുവർ പിക്കി ബാഗ്. ഈ 100 rupees നിന്ന് എത്രയാണോ നിങ്ങൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത് വെക്കണം. ഹൗ മച്ച് യു വിൽ യൂസ് ഫോർ യുവർ എക്സ്പെൻസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പൊ 100 rupees 20 rupees സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്രയാണ് സ്പെൻഡ് ചെയ്യാനുള്ളത്? 80 rupees അല്ലെ. ആ 80 rupeesന്റെ ഉള്ളിൽ വരണം നമ്മളെ ഈ എക്സ്പെൻസ് ഒക്കെ. After making this plan, think about how saving money could help you in the future. Okay. Expenditure എഴുതുക. Okay. Imagine that your group is in charge of making our neighborhood better. Discuss what new service or facilities you would add to our changes would help everyone in the community. എന്താ നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? പാർക്ക് ക്ലീൻ ചെയ്യുക, അതുപോലെ പ്ലാന്റിങ് ഇൻ ദ കമ്മ്യൂണിറ്റി ഗാർഡൻ, ഒരു കമ്മ്യൂണിറ്റി ഗാർഡൻ ഉണ്ടാക്കുക, അതിൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക അല്ലെ. അങ്ങനെയൊക്കെ അവരെ
നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഗ്രീനർ ആക്കിയിട്ട് മാറ്റാനായിട്ട് മാറ്റും. പിന്നെ എന്തൊരു ഓർഗനൈസ് ചെയ്യാൻ ബുക്ക് സ്റ്റാൾ, ഒരു ബുക്ക് സ്റ്റാൾ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും അല്ലെ. കുട്ടികളുടെ ബുക്കുകൾ, പഴയ ബുക്കുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടാക്കാൻ പറ്റും. ഡേയ്സുകൾ അല്ലെ, നമ്മുടെ ചുറ്റുവട്ടമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. അല്ലെ നിങ്ങളെ നൈബർഹുഡിലുള്ളവരോടും നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യണം, വേസ്റ്റുകളൊക്കെ ഡസ്റ്റ്ബിന്നിൽ ഇടാനായിട്ട് ഓർമ്മിപ്പിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ എന്ത് ചെയ്യും, സ്പ്രെഡിങ് അവയർനെസ് അല്ലെ. ചിൽഡ്രൻസ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, can encourage their friends and family to take care of the environment അല്ലെ. അവരെ എൻവിറോൺമെന്റിനെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ, ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അവരെ പറയാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് പല കാര്യങ്ങളും റീസൈക്കിൾ ചെയ്യാം അല്ലെ. ഫുഡ് വേസ്റ്റ് ചെയ്യാതെ ഒക്കെ നമ്മളെ എൻവിറോൺമെന്റിനെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടും സേഫ് ആക്കിയിട്ടും വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെയൊക്കെ ഒരു അവയർനെസ് അവരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Take help of the elders around you to list people in your neighborhood who helped in the community during COVID-19. These could include doctors, nurses, garbage collectors, local teachers, and others. Discuss how they made the community safe and why it is important to thank them. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഭയങ്കര പാൻഡമിക് കണ്ടീഷനിലൂടെ അല്ലെ, COVID-19 എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു രോഗത്തിന്റെ പിടിയിലൂടെയായിരുന്നു ലോകം കുറച്ചു കാലം മുന്നേ കടന്നു പോയത് അല്ലെ. അത് നമ്മൾ ഒരുപാട് പേരുടെ ഹെൽപ്പ് കൊണ്ടും ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇന്ന് എത്തിച്ചേർന്നത്. എന്തൊക്കെയായിരുന്നു, ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ 24 hours വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അല്ലെ. ബാക്കിയുള്ളവരുടെ kept us healthy by taking care of people who were sick. പിന്നെ ഗാർബേജ് കളക്ടേഴ്സ് എന്ത് ചെയ്തു, നമ്മളെ നൈബർഹുഡൊക്കെ ക്ലീൻ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ജേംസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാതെ അതിനെ സ്റ്റോപ്പ് ആക്കി വെക്കുന്നതിനൊക്കെ അവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ അവർ ചെയ്തിട്ടുണ്ട്. ഷോപ്പ് കീപ്പേഴ്സ് they helped by providing food so families could stay home and safe അല്ലെ. അവര് ഇതൊക്കെ നമ്മൾക്ക് എത്തിച്ചു തന്നുകൊണ്ട് നമ്മുടെ ഫാമിലീസ് ഒക്കെ ഹോമിൽ തന്നെ സേഫ് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റി. ടീച്ചേഴ്സ് എന്താ ചെയ്ത് അല്ലെ, അവരെ പഠിപ്പിക്കല് അല്ലെ, അത് കണ്ടിന്യൂ ചെയ്തു. എന്നാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈമിലൂടെ പോലും they made sure we could continue learning even during difficult time. Delivery people, they kept us connected with essential goods. നമുക്ക് സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഡെലിവറി പീപ്പിൾസ് എന്ത് ചെയ്തു, ഒരു വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അത് നമ്മൾ അവരോടൊക്കെ താങ്ക്സ് പറയുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ സിറ്റുവേഷനിലേക്ക് തിരിച്ചെത്തിയത് അല്ലെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെ ഉണ്ടാവുക, പോലീസ് ഓഫീസർ ഉണ്ടാവും, കോൺസ്റ്റബിൾസ് ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുക, പെട്രോളിംഗ് ജീപ്പ് ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിലാണെങ്കിലോ ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെന്താണ് നേഴ്സുകൾ ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുക, ആംബുലൻസ് അല്ലെ. ഇനി ഫയർ സ്റ്റേഷനിൽ എന്തൊക്കെയാ ഉണ്ടാവുക, ഫയർ ഫൈറ്റർ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഫയർ സർവീസ് ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും, പിന്നെ എന്തായിരിക്കും, ഫയർ എഞ്ചിൻ ഉണ്ടായിരിക്കും. പോസ്റ്റ് ഓഫീസിലോ പോസ്റ്റ്മാൻ, പിന്നെ പോസ്റ്റ് വാൻ ഉണ്ടായിരിക്കും അല്ലെ. ഇനി ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക, ലൈബ്രറിയൻ, പിന്നെ ലൈബ്രറി സ്റ്റാഫുകൾ, പിന്നെ എന്താ ഉണ്ടാവുക, ബുക്ക് ട്രോളി. ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മുന്നേയുള്ള ചാപ്റ്റേഴ്സുകളുടെ എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിടാം. ആവശ്യമുള്ളവർ പോയിട്ട് കാണുക.